നമുക്ക് ചൈനയിലെ ജിമ്മിലോട്ടൊന്ന് പോയാലോ, അതും നട്ടപ്പാതിരക്ക്. ലേ ഫിറ്റ്നസ്, ഇതാണ് ചൈനയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ആപ്പ്. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും പ്രശ്നമല്ല, കറണ്ട് ലൊക്കേഷൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് നിയറസ്റ്റ് ഏതാണോ ജിം അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിലെ രണ്ടാമത്തെ ജിം സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗാലറി, അതിൽ എല്ലാ ഫെസിലിറ്റീസിന്റെയും ഒരു ഇമേജ് അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് വൺ റൂട്ട് മാപ്പ്, നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ മുന്നിൽ എത്തിയാൽ ഈ ഒരു സ്പേസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ ഒരു ക്ലിയർ റൂട്ട് മാപ്പ് അവർ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ലൊക്കേഷൻ, ഈ ഒരു അഡ്രസ്സിനെ നമ്മൾ ലോക്കലായിട്ട് ഏത് മാപ്പാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ജിമ്മുകളും 24 hour ആണ്. അതായത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാം. ട്രാവൽ ചെയ്യാണ്, അടുത്ത സിറ്റിയിലോട്ട് പോവുകയാണ്, അപ്പോൾ അവിടെയുള്ള ജിമ്മിനെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. വർക്കൗട്ടിൽ നമുക്കൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റുള്ള ജിമ്മിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീ ഇവിടെ കുറവാണ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തി. റൂട്ട് മാപ്പിൽ കാണിച്ച അതേ പ്ലേസ് ആണ്. ലേറ്റ് ആയതുകൊണ്ട് ആൾക്കാരില്ല. സെയിം ആപ്പിൽ നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യാം. അത് സ്കാൻ ചെയ്ത് നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാം. സെയിം സിസ്റ്റം ആണ് എല്ലാ ജിമ്മിലും. ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. ഡ്രസ്സിംഗ് റൂംസ്, പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിലാണ് മെയിൻ ആയിട്ട് യോഗ ഇല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്കൗട്ട് ഇതൊക്കെ നടക്കാറുള്ളത്. ഇതാണ് വാം അപ്പ് ചെയ്യാനുള്ള അഡീഷണൽ സ്പേസ്. ഡിസ്പെൻസർ, പിന്നെ ഈ ഒരു പവർ ബാങ്ക് സ്റ്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫോൺ ബാറ്ററി ഡെഡ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം. ഇവിടെ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇനി നമുക്ക് പവർ ബാങ്ക് റെന്റിന് എടുക്കണമെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. പേഴ്സണൽ ട്രെയിനർ ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് പേയ്മെന്റ് കൊടുത്ത് നമുക്ക് ആപ്പിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ചൈന ജിം വിശേഷങ്ങൾ. അങ്ങനെ കുറച്ച് നേരത്തെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് അടിക്കാം.